അപ്പോൾ നമ്മൾ അന്ന് വിത്തിട്ട് പോയതാണ്. പിന്നെ നമ്മുടെ പണിയൊന്നും നടന്നറിയില്ല. വിത്ത് മുളച്ചു. അപ്പോൾ അടുത്ത സ്റ്റെപ്പുകളിലുള്ള പണികളാണ്. നമ്മളെല്ലാ സ്റ്റെപ്പും നമ്മൾ കവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിലൊരു സ്റ്റെപ്പാണ് വരമ്പ് കളച്ച് വയ്ക്കുക എന്ന് പറയും. വരമ്പെന്ന് പറഞ്ഞാൽ ഓരോ കണ്ടങ്ങളും ഓരോ പാടം നമ്മൾ എല്ലാ പാടശേഖരം പകുതി കുറേശ്ശെ വെള്ളം തിരിക്കാനും വളം ഇടാനുള്ള സൗകര്യത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചുറ്റും വരമ്പ് വെച്ച് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വരമ്പിൽ മണ്ണ് വയ്ക്കുക. എല്ലാ വർഷവും വരമ്പ് ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ മണ്ണ് വയ്ക്കും. ആ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് നമ്മുടെ വരമ്പ് നമ്മൾ ബലപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയായിരുന്നു വരമ്പിൻ്റെ അവസ്ഥ. വരമ്പ് ആദ്യം ചെത്തിക്കളഞ്ഞ് നമ്മൾ ഇതാക്കി വച്ചിരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളതിൽ കൂടുതൽ മണ്ണിട്ട് നമ്മളതിനെ കൂടുതൽ ബലപ്പെടുത്തും. അപ്പോൾ ഇവരാണ് നമ്മളുടെ ഇന്നത്തെ കൂട്ടുകാർ നമുക്ക് വേണ്ടി വരമ്പ് വെച്ച് തന്നത്. क्या हुआ भाई? अच्छा ये कौन सा लैंग्वेज है? खाली हिंदी आता है भाई? आपका लैंग्वेज मुझे नहीं आता है. ഇത് ഹിന്ദി ഒന്നുമല്ല, വേറെ എന്തോ ഒരു ഭാഷയാണ്. ഇതാണ് നമ്മുടെ വരമ്പ് വെച്ച് പോണത്. വളരെ വലിയ വരമ്പാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടുന്ന് വച്ച് പോകുമ്പോഴുള്ള ഇതുണ്ട്. ഇതിങ്ങനെ ചെളി കോരി കൈക്കോട്ടുകൊണ്ട് പതുക്കെ തേച്ച് കാണണത്ര എളുപ്പമൊന്നുമില്ല കേട്ടോ. ഈ പണി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെളി കോരി നമ്മളിങ്ങനെ തേച്ച് വിടും. എന്നിട്ട് ആണ് വരമ്പിൻ്റെ അടുത്ത ഇതൊന്നും കൂടി ലെവലാക്കി മുകളിൽ നിന്ന് ഒന്നും കൂടി ലെവലാക്കി 3 സൈഡ്. അങ്ങനെയാണ് ഈ വരമ്പിൻ്റെ പണി വരുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ മണ്ണുകൊണ്ട് വച്ച വരമ്പ്. ഇത് ഒന്നും കൂടി കൈക്കോട്ട് കൊണ്ട് തന്നെ ഒന്ന് ലെവലാക്കി വിടുന്നൊരു പണി ബാക്കിയുണ്ട്. ഇപ്പോൾ വെള്ളം കൂടുതലാണ് പാടത്ത്, അതുകൊണ്ട് തന്നെ ചെളി കൂടും. അപ്പോൾ മണ്ണിട്ട് പോയി വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. ഇനി കാണിക്കാനുള്ളത് നമ്മളന്ന് നട്ടുപോയ ഞാറ്. കഴിഞ്ഞ പ്രാവശ്യം ഞാറ് നട്ടുപോയതും നമ്മൾ വിത്തിന് വേണ്ടി ഞാറിട്ടതുമാണ് നമ്മൾ കണ്ടത്. ഞാറിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഞാറ് ഒരു വിരൽ വലിപ്പം വരെ ഉയരം വന്നിട്ടുണ്ട്. നല്ല ഐശ്വര്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്ത പാടത്താണ്. അവിടെയൊക്കെ ഞാറ് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഞാറ്. ഇത്രയും ഞാറുണ്ട് നമുക്ക്. ഈ 2 ഏക്കറിലേക്ക് ഇത്തിരി കുറവായിരിക്കും തോന്നുന്നു. കുറഞ്ഞാലും നമുക്ക് അവിടെ നിങ്ങളൊക്കെ കുറച്ച് കിട്ടുമായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഞാറെടുത്ത് വേണം നമുക്ക് ബാക്കി ചെയ്യാനായിട്ട്. ഇതാണ് ഞാറ്, കണ്ടല്ലോ അല്ലേ, പച്ചപ്പിൽ. ഇതാണ് നമ്മുടെ ഒരു വർഷത്തേക്ക്. പണ്ടൊക്കെ ഒരു വർഷത്തേക്കുള്ള അന്നമായിരുന്നു. കുറച്ചൊക്കെ പുറത്തേക്ക് വിൽക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ അന്നം എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാം സപ്ലൈ ചെയ്യും. അപ്പോൾ ഞാറ് ഇടയ്ക്കൊന്നൊക്കെ പോയിട്ടുണ്ട്. വെള്ളം കെട്ടി കിടന്നിട്ടും അതിനൊക്കെ വിത്ത് ചീഞ്ഞ് പോയിട്ടുണ്ട്. കട്ട കുത്തി കിടക്കുന്നുണ്ട്. എന്തായാലും ഇത് പറിച്ചു വയ്ക്കലാണ്. ഇത്തിരി വിവരം വരുമ്പോൾ 24 ദിവസം പ്രായമാകുമ്പോൾ നമ്മളിത് പറിച്ചു വയ്ക്കും. എന്നിട്ട് ഈ നാളെ പാടം മുഴുവൻ ഒന്നും കൂടി ഇവിടെയൊക്കെ ടില്ലറും ട്രാക്ടർ ഓടിച്ച് നിരത്തി നമ്മൾ ഇവിടെ നിരത്തിയിട്ട് നമ്മൾ വീണ്ടും ഞാറ് കുത്തും. അത് നമ്മൾ മലയാളികളും നല്ല ബംഗാളികൾ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പണ്ടതൊക്കെ ഒരു വലിയ ആഘോഷം പരിപാടിയായിരുന്നു. ഈ ഞാറ് നാട് എന്ന് പറയുന്ന ഒരാഴ്ചത്തെ 2 ആഴ്ചത്തൊക്കെ പണിയായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ബംഗാളികൾ കുറേ പേര് വന്ന് പണി തീർക്കും. അതാണ് നടക്കുന്നത്. നമ്മുടെ ചേട്ടന്മാർ പകൽ മുഴുവൻ വീഡിയോ പണിതിട്ട് വരികയാണ്. വൈകിട്ട് ഇരുട്ടാവണ വരെ 1 മണിക്കൂർ നിൽക്കാം. കാരണം പണിക്കാരുടെ ഷോർട്ടേജ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിന്ന് പണി തീർക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു സൈഡിൻ്റെ ആയിട്ട് വരമ്പിൻ്റെ പണി ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പാടം മുഴുവൻ ചുറ്റിനും വരമ്പ് വയ്ക്കണം. ഇടവരമ്പ് വയ്ക്കേണ്ടതാണ്. ചെറിയ ചെറിയ വരമ്പുകളൊക്കെ. എല്ലാ വരമ്പും നമ്മളിതുപോലെ ചെളി വെച്ച് ബലപ്പെടുത്തണമെന്നാണ്. അപ്പോൾ ഈ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ജോലി. ഇനി ഇത് കഴിഞ്ഞാൽ വരമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നുകൂടി ടില്ലറടിക്കും. ടില്ലറടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിരത്തി പാടം നിരത്തി ലെവലാക്കി വാട്ടർ ലെവലാക്കിയിട്ട് നമ്മൾ നടും. അതാണ് പണി. അപ്പോൾ നിരത്തലും ടില്ലറടിയൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് പിന്നെയും വരാൻ സുഹൃത്തുക്കളെ. ഓക്കെ, ഇത് കണ്ടില്ലേ? പാടം നിരത്തുന്നതും വരമ്പ് നിരത്തുന്നതും എല്ലാം നമുക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മുടെ ഈ മൊക്ര ഭായി, മേഘൻ ഭായി ഇവരൊക്കെയാണ്
നമ്മുടെ ഇന്നത്തെ കൂട്ടുകാരി ഈ കാര്യത്തിൽ. ഈ ഭായിമാരില്ലെങ്കിൽ ഇവിടെ കൃഷിയൊന്നും നടക്കില്ല ഇനി. ഓക്കെ, ശരി അപ്പോൾ.